കോട്ടയത്ത് ആഭിചാരക്രിയയ്ക്കായി യുവതിയെ ഉപദ്രവിച്ച കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അടക്കം 3 പേർ അറസ്റ്റിൽ. മണർകാട് തിരുവഞ്ചൂർ സ്വദേശി അഖിൽ ദാസ്, ഇയാളുടെ പിതാവ് ദാസ്, ആഭിചാരക്രിയ നടത്തിയ പത്തനംതിട്ട പെരുന്തുരുത്തി സ്വദേശി ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായത്. അഖിൽ ദാസിന്റെ ഭാര്യയുടെ ശരീരത്തിൽ ദുരാത്മാവ് കുടിയേറിയെന്നാരോപിച്ചായിരുന്നു ആഭിചാരക്രിയ. വിവരങ്ങളുമായി സനോജ് കോട്ടയത്ത് ചേരുകയാണ്. സനോജ്, ഈ ദുർമന്ത്രവാദത്തിനിടെ ക്രൂരമായ പീഡനമാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. ബലമായി മദ്യം കുടിപ്പിക്കുന്നു, ബീഡി വലിപ്പിക്കുന്നു, അങ്ങനെ ഏറ്റവും ദുരിതകരമായ ഒരു അവസ്ഥയിലൂടെയായിരുന്നു ആ പെൺകുട്ടിക്ക് കടന്നു പോകേണ്ടി വന്നതല്ലേ? ഈ മാസം 2-ാം തീയതി രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ആഭിചാരക്രിയയിലാണ് ഈ പെൺകുട്ടി അതിക്രൂരമായ പീഡനത്തിന് വിധേയമായിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയും അഖിൽദാസും നേരത്തെ പ്രണയിച്ച് വിവാഹം കഴിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ചിരുന്ന ഈ പെൺകുട്ടി ഈ അഖിൽദാസിന്റെ തിരുവഞ്ചൂരുള്ള വീട്ടിലാണ് താമസിച്ചു പോന്നിരുന്നത്. അങ്ങനെ താമസിച്ചു പോന്നിരുന്ന വേളയിൽ ഈ പെൺകുട്ടിയുടെ മരണപ്പെട്ട ഒരു ബന്ധുവിന്റെ പ്രേതബാധ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന പേരിലാണ് ഇത്തരത്തിൽ ആഭിചാരക്രിയ നടത്തിയത് എന്നതാണ് ഏറ്റവും. അതായത് ഈ പെൺകുട്ടിയുടെ മരണപ്പെട്ട ബന്ധുവിന്റെ ആത്മാവ് ഇവരുടെ ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞായിരുന്നു ആഭിചാരക്രിയ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത്തരത്തിൽ ഈ പെൺകുട്ടിയെ അതിക്രൂരമായ പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു. ഈ അഖിൽദാസിന്റെ മാതാവിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെരുന്തുരുത്തി ഭാഗത്ത് പന്നിക്കുഴി മാടാച്ചിറ വീട്ടിൽ കുട്ടൻ മകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ 54 വയസ്സുള്ള ഈ ശിവദാസ് എന്ന ആള് മന്ത്രവാദിയായിട്ട് എത്തുന്നത്. ഈ മന്ത്രവാദിയുടെ നേതൃത്വത്തിലാണ്, ഇദ്ദേഹം ഈ കേസിലെ 1-ാം പ്രതിയാണ്, ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ബലം പ്രയോഗിച്ചുകൊണ്ട് ഈ അഖിൽദാസിന്റെ പിതാവും അഖിൽദാസും മന്ത്രവാദിയും ചേർന്ന് ഈ പെൺകുട്ടിയെ ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പീഡനത്തിന് വിധേയമാക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്നതാണ്. ആ ദൃശ്യങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ്. ഞാൻ ആ ദുരനുഭവം നേരിട്ട് ആ പെൺകുട്ടി നമ്മളോട് സംസാരിച്ചല്ലോ, അതൊന്ന് പ്രേക്ഷകരുടെ മുൻപിലേക്ക് കേൾപ്പിച്ചതിന് ശേഷം ഞാൻ തിരികെ വരാം. ഒന്ന് തുടരുക. കാലിൽ പട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ പട്ടും വെച്ച് കാലിൽ കെട്ടിയിട്ട് ഓരോ മന്ത്രങ്ങളും പുള്ളിയിട്ട് കെട്ടി അതിന് ഓരോന്നും ചെയ്തിട്ട് ഏറ്റവും അവസാനം എനിക്ക് ഉണ്ടായത് എന്നാന്ന് എനിക്കറിയത്തില്ല. അതൊരു ഓർമ്മയില്ല. പൂജ തുടങ്ങുന്ന 11 മണിയായിരിക്കും. അപ്പം 12 മണിയൊക്കെ ആയിരിക്കും. ബോധം പോയ ടൈം 12 മണി വരെ ആയിരിക്കും. രാത്രി വരെയായിരുന്നു പൂജ തുടങ്ങിയത്. പിന്നെ എനിക്ക് വരുന്ന 1 മണി 2 മണിയൊക്കെ ആയപ്പോഴാണ് ബോധം പിന്നെയും വന്നത്. ആ അവസ്ഥയിൽ എൻ്റെ മുടിയിൽ ആണി വെച്ച് ചുറ്റി വെച്ചേക്കുമായിരുന്നു. ചുറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനം ഒരു വിറകൻ കഷ്ണത്തിനകത്തേക്ക് ആണി വെച്ചിട്ട് തറച്ച്. അപ്പം എൻ്റെ മുടി കട്ട് ചെയ്യുകയും ചെയ്തു. മുടി പോയപ്പോഴത്തേക്ക് ഞാൻ പറയുകയും ചെയ്തു എൻ്റെ മുടി പോയെന്ന് പറഞ്ഞപ്പം പുള്ളി തന്നെ ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരാമെന്ന് പുള്ളി പറയുകയും ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ ബീഡി വലിച്ച് മദ്യപിച്ചെന്നും പറഞ്ഞ ബീഡി വലിച്ചപ്പം പൊള്ളിതാന്ന് പറഞ്ഞു നെറ്റിയിൽ. അല്ലാതെ എനിക്കതൊന്നും ഓർമ്മയില്ല. സനോജ, പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ അവസ്ഥയെക്കുറിച്ച് ആ കുട്ടി പറയുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ബീഡി വലിപ്പിച്ചു, മദ്യം കഴിപ്പിച്ചു. ഇത് പകുതിയും അതിന് ഓർമ്മയില്ല, കാരണം ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ബോധം പോയിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. ഈ അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ മനുഷ്യനെ എവിടെ കൊണ്ട് എത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മനു, ആ പെൺകുട്ടിക്ക് ഉണ്ടാവേണ്ടി വന്ന അതിക്രൂരമായ പീഡനം, അത് ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുന്നു, ബലമായി ബീഡി വലിപ്പിക്കുന്നു, മദ്യം കഴിപ്പിക്കുന്നു. പെൺകുട്ടിയെ ബോധം കെടുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചത്. തലമുടി മുറിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കൊടിയ പീഡനങ്ങൾ ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെ മാനസിക നില തകരാറിലായ പെൺകുട്ടി തന്റെ പിതാവിനോട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ പിതാവിനോട് പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം 2-ാം തീയതി നടന്ന സംഭവ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ പിതാവ് മണർകാട് പോലീസിൽ പരാതി നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അഖിലിന്റെ മൊബൈൽ ഫോണിൽ നിന്നും ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ പെൺകുട്ടിയെ ദേഹോദ്രവം ഏൽപ്പിക്കുകയും പീഡനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നു. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അഖിൽദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. കേസെടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ മന്ത്രവാദി അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം ഒളിവിൽ പോകുന്നു. അങ്ങനെ ഒളിവിൽ പോയതിനു ശേഷം ഇദ്ദേഹത്തെ അതിവിദഗ്ധമായി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്
ഈ സംഭവ വികാസം പുറം ലോകം അറിയാൻ ഇടയാക്കിയത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മാധ്യമപ്രവർത്തകരോടോ മാധ്യമങ്ങളോടോ പറയാതെ കൃത്യമായി അതീവ രഹസ്യമായി പോലീസ് അന്വേഷണം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും പിടികൂടുകയും ഇന്നലെ ഈ മൂന്നുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയും കോടതി മൂവരെയും റിമാൻഡ് ചെയ്തിരിക്കുകയുമാണ്. ഇയാളുടെ ഇത് സ്ഥിരം ഏർപ്പാടാണോ ഇതുപോലുള്ള ഈ പണി ചെയ്യുക എന്നുള്ളത്? സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സ്ഥിരം ഏർപ്പാട് തന്നെ ആവണം. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഏതെങ്കിലും പെൺകുട്ടികൾ പീഡനത്തിന് വിധേയമായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു മന്ത്രവാദി ഉണ്ട് എന്നും ഇദ്ദേഹം ഇത്തരത്തിൽ പൂജ നടത്തുന്നുണ്ട് എന്നും ഈ അഖിൽദാസിന്റെ മാതാവിനെ കൃത്യമായി അറിയാമായിരുന്ന വിവരമാണ്. അതുകൊണ്ട് തന്നെ അഖിൽദാസിന്റെ മാതാവിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രവാദിയെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഖിൽദാസിന്റെ അമ്മ ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയിരിക്കുകയാണ്. അവരെയും ഒപ്പം കൂട്ടുനിന്ന മറ്റാളുകളെയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ സനോജ്, നമ്മൾ ഈ നാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മന്ത്രവാദം എന്നൊക്കെ പറയുമ്പോൾ വലിയ തീയും പുകയും ഈ ഹോമകൊണ്ടോ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ച് നേരിട്ട് പരിചയമില്ല. അപ്പോൾ നാട്ടുകാരൊക്കെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്തെങ്കിലും ദുരൂഹമായിട്ടോ ഒക്കെ അവിടെ നടന്നിട്ടുണ്ടോ എന്നൊക്കെ അവരെന്തെങ്കിലും ഒക്കെ പറയുന്നുണ്ടോ നമ്മൾ അന്വേഷിക്കുമ്പോൾ? അയൽവാസികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇവരുടെ വീടിന്റെ ഉള്ളിൽ ഈ മന്ത്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിരുന്ന ഭസ്മങ്ങൾ, ഒപ്പം തന്നെ ഗ്ലാസ്, ഫോട്ടോ, മറ്റ് ഇടപാടുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഈ വീടിനുള്ളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം വീടിന്റെ ജനലുകൾ തുറന്ന നിലയിലായിരുന്നു. നമ്മളുടെ ആളുകൾ അവിടെ ചെല്ലുമ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിവരങ്ങളും ഈ വീടിന്റെ ഉള്ളിൽ നടന്നിരുന്നു എന്നതിന്റെ തെളിവുകൾ വീടിനുള്ളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനെ ഗൗരവമായി തന്നെ കണ്ടു. ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിനുള്ളിൽ ഈ പ്രതികളെ പിടികൂടുകയും പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്തതിനു ശേഷമാണ് ഈ വിവരം മാധ്യമങ്ങളോട് പോലീസ് പറയാൻ തയ്യാറായത്. അതുതന്നെയാണ് ഈ കേസിന്റെ വിജയം എന്ന് പറയുന്നത്. കാരണം ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾ നേരത്തെ അറിയുകയോ അല്ലെങ്കിൽ വാർത്തയാവുകയോ ചെയ്തിരുന്നുവെങ്കിൽ പ്രതികൾ രക്ഷപ്പെടാൻ ഇടയാക്കുമായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു സൗകര്യം ഒരുക്കാതെ തന്നെ പോലീസ് ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷണം നടത്തുകയും പ്രതികളെ പിടികൂടുകയും കസ്റ്റഡി എടുക്കുകയും ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ ഇത് സഹായകരമായി. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു നടപടികളിലേക്ക് പോലീസ് കടന്നപ്പോൾ തന്നെ ഈ അഖിൽദാസിന്റെ മാതാവ് ഈ കേസിലെ പ്രതിയാണ്. അവർ ഒളിവിൽ പോയിട്ടുണ്ട്. അവർ ഒളിവിലാണ്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മനു, അവരുടെ പേരെന്താണ്? ഈ അഖിൽദാസിന്റെ മാതാവിന്റെ പേരെന്താണ്? അവരുടെ പേരങ്ങ് പറയാൻ നമുക്ക് അത് ലഭ്യമായിട്ടുണ്ടോ? നിലവിൽ അഖിൽദാസിന്റെ മാതാവിന്റെ പേര് വിവരങ്ങൾ നമുക്ക് പോലീസ് നൽകിയിട്ടില്ല. എന്തായാലും തൊട്ടടുത്ത തന്നെ ആ കാര്യങ്ങൾ കൂടി നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. നിലവിൽ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഈ അഖിൽദാസ്, ഒപ്പം തന്നെ ഈ ശിവദാസ് എന്ന് പറയപ്പെടുന്ന മന്ത്രവാദി, ഒപ്പം തന്നെ അഖിൽദാസിന്റെ പിതാവ് ദാസ്. ഇങ്ങനെ 3 പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മനു, അതായത് ഈ കുടുംബം, അതായത് അഖിൽദാസ്, പിതാവ് ദാസ്, പിന്നെ അഖിൽദാസിന്റെ അമ്മ, ഇവര് 3 പേരും ഒത്തുചേർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ആലോചിച്ചുറപ്പിച്ച് മന്ത്രവാദിയെ കൊണ്ടുവന്ന ആ പെൺകുട്ടിയെ ബാധയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുകയായിരുന്നു അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷെ ഈ അഖിൽദാസിന്റെ മാതാവ് ഈ മന്ത്രവാദിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇതിന്റെ ഇവർ വഴിയാണോ? ഈ അഖിൽദാസിന്റെ മാതാവ് വഴിയാണോ ഇവർ ഈ മന്ത്രവാദിയിലേക്ക് എത്തുന്നത്? തീർച്ചയായിട്ടും അഖിൽദാസിന്റെ മാതാവ് വഴിയാണ് ഈ മന്ത്രവാദിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. മാതാവിന് എങ്ങനെയാണ് ഈ സംഭവം ലഭിച്ചത്, അതായത് ഇതിന്റെ പിന്നിൽ മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ മന്ത്രവാദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം സമാനമായ രീതിയിൽ മറ്റ് ഇടങ്ങളിലും ഇത്തരത്തിൽ പെൺകുട്ടികളെ അതിക്രൂരമായ പീഡനത്തിന് വിധേയമാക്കിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിശദമായ വിവരങ്ങളും അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ അതിക്രൂരമായ പീഡനം നടക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ബന്ധുമിത്രാദികളുടെയോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയോ ഭർത്താവിന്റെയോ ഒക്കെ പിന്തുണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മന്ത്രവാദി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ പീഡനത്തിന് വിധേയമായിട്ടുള്ള പെൺകുട്ടി ഒരുപക്ഷെ ഈ ഭയം കൊണ്ട് അല്ലെങ്കിൽ പുറം ലോകം അറിയുമെന്നുള്ള പേടി കൊണ്ടൊക്കെ തന്നെ പുറത്തു പറയാതിരിക്കുന്ന മറ്റ് കേസുകളുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെയും പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ഈ മന്ത്രവാദി ഇത്തരത്തിൽ സ്ഥിരമായി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. മനു, സനോജാണ് വിവരങ്ങൾ കോട്ടയത്ത് നൽകിയത്. ഏതായാലും ദാരുണമായ സംഭവമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ മനുഷ്യൻ അന്ധവിശ്വാസം തലയിൽ കയറിയാൽ, അല്ലെങ്കിൽ അമിത വിശ്വാസം തലയിൽ കയറിയാൽ അത് ഭ്രാന്തായി മാറുമെന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മരിച്ചുപോയ ബന്ധുവിന്റെ ദുരാത്മാവ് ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ഒരു ദുർമന്ത്രവാദത്തിന് വിധേയമാക്കുന്നു, മദ്യം കുടിപ്പിക്കുന്നു, ബീഡി വലിപ്പിക്കുന്നു, ആ കുട്ടിയെ ഉപദ്രവിക്കുന്നു. അതായത് ഭർത്താവിന്റെ അച്ഛനും അമ്മയും ചേർന്നുകൊണ്ട്
ആ കേസ് വളരെ സമൃദ്ധമായി പോലീസ് അന്വേഷിക്കുകയും അച്ഛനെയും ഭർത്താവിനെയും മന്ത്രവാദിയെയും പോലീസ് പിടികൂടുകയും ചെയ്തു. ഇനി പിടികൂടാനുള്ളത് ഈ മന്ത്രവാദിയിലേക്ക് ഇവരെ എത്തിച്ച ഈ ഭർത്താവിൻ്റെ അമ്മയെയാണ്. അതിന് വളരെ വേഗത്തിൽ തന്നെ അവർ പിടിയിലാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ. വിവരങ്ങളാണ് കോട്ടയത്ത് നിന്ന് സനോജ് നമുക്ക് നൽകിയത്.